ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, സൂര്യഗ്രഹണമാണ്, കറുത്തവാവാണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാര്യം. അപ്പോൾ 2025 അവസാനത്തെ സൂര്യഗ്രഹണം കൂടിയാണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് അതിൻ്റേതായ ഞാൻ ഉച്ചയ്ക്കൊരു വീഡിയോ ഇടാം. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ചിലപ്പോൾ ഇമോഷണലി കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടാവും. കാരണം ന്യൂ മൂണാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളിലിരിക്കുന്ന ആൾക്കാർ, കുറച്ചധികം ആൾക്കാരുണ്ടാവും. വെറുതെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ കറുത്തവാവ്, വെളുത്തവാവ് അതൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ അപ്സെറ്റ് ആയിട്ടിരിക്കും. ഒരു കാര്യം ഇല്ലെങ്കിലും അപ്സെറ്റ് ആയിരിക്കും. ഇന്ന് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ആദ്യം. ഐസൊലേഷൻ പറഞ്ഞില്ലേ. അപ്പം ഒന്നും ചെയ്യാൻ പറ്റാതെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഫ്രീസ് ആയിരിക്കുന്നു എന്ന് പറയൂലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം. കാരണം അത് കൂടുതലും വാവിൻ്റെ ഒരു എനർജി ആയിരിക്കും. പിന്നെ സൂര്യഗ്രഹണവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുട്ടാ, കുറച്ച് ചലഞ്ചസ് ഉണ്ടാക്കും. ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണോ ആയിരിക്കുന്നത് ആ അവസ്ഥയുടെ ഏറ്റവും പീക്കിലെത്തും. നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലെത്തും. നമ്മൾ വിഷമത്തിലാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും. അപ്പം ഇന്ന് കുറേ ആൾക്കാർ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു, പാസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്നു, പിന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് ഭയന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന്. അപ്പം ഇപ്പോൾ നമുക്ക് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ. നമുക്ക് മനസ്സിന് അത്രയധികം പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ വാവ് വരുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് വരും. സുഖമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് ആദ്യം തന്നെ കിട്ടിയത്. റിപ്നെസ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് കൊഴിഞ്ഞു പോകുന്ന ഒരു എനർജിയാണ്. നമുക്ക് എന്ത് തന്നെ ആയാലും അതിന് ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് റിലേഷൻഷിപ്പ് ആകട്ടെ, നമുക്ക് വരുന്ന അസുഖങ്ങളാകട്ടെ, നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആകട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കരിയറിലുള്ള എന്തെങ്കിലും സ്ട്രഗിൾ ആകട്ടെ, എന്ത് തന്നെയായാലും ഒരു ടൈം പീരീഡ് അത് നിലനിൽക്കും എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ അതങ്ങ് പോവും. അത് മാറിപ്പോയേ പറ്റുള്ളൂ. ഇത് കണ്ടല്ലോ, ഇതൊരു ഫ്രൂട്ട്. അത് പഴുത്ത് കഴിയുമ്പം നമുക്ക് ഒരു ഫ്രൂട്ടും പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഞെട്ടിൽ നിൽക്കാറില്ല. അത് ഒരു സമയമാകുമ്പോൾ അത് ഞെട്ടറ്റ് വേർപെട്ട് പോകും എന്നുള്ളതാണ്. ഇതിൽ ചില ആൾക്കാർ നമ്മളിൽ നിന്നും പോയതിൻ്റെ ഒരു വിഷമം, അല്ലെങ്കിൽ ഇനി അത് ഉണ്ടാവൂലേ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ആണ് ഇതിനകത്ത്. അപ്പം നമ്മളത് കാലത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് വേണ്ടാത്തത് ദൈവം മാറ്റിക്കളയും. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പം അത് പലപ്പോഴും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഇത് എൻ്റെ നിന്ന് പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും, ഇതെൻ്റെ സന്തോഷമാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില ആൾക്കാർ ചില ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അത് മതിയാക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ചില സിറ്റുവേഷൻ കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അനുകൂലമല്ലാത്ത ഒരു ജോലിയാണ് നമ്മൾ ഈ ഒരു സമയം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകും. അതങ്ങനെയാണ്. നമുക്ക് അപ്പോൾ കുറേ സ്ട്രഗിൾ ഉണ്ടാക്കിയാണ് അത് നമ്മളിൽ നിന്ന് വിട്ടു പോണത്. കാരണം നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നമ്മളെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ സ്ട്രഗിൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കും. ചില ആൾക്കാർ ബിസിനസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പറ്റുന്ന ബിസിനസ് അല്ലെങ്കിൽ അതിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് വേണ്ടാത്തത്, നിങ്ങൾക്ക് ഈ ഒരു സമയം ചെയ്യേണ്ടത് ആണെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് സ്ട്രഗിൾ കിട്ടും. അപ്പം അതിന്ന് വിട്ടു പോകേണ്ടി വരും. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും റിലേഷൻഷിപ്പിൽ വിട്ടുപോയതിൻ്റെ എനർജിയാണ്. വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അത്
താങ്ങാൻ പറ്റാതെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി, അല്ലെങ്കിൽ കുറേ പൈസ നഷ്ടം വന്ന് അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആലോചിച്ചിട്ടൊന്നും ഒരു പിടിയും കിട്ടണില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇത് പുറത്ത് പറയാനും പറ്റൂല. ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് പൈസ നഷ്ടമാണെങ്കിലും ഇത് നിങ്ങൾക്ക് വെളിയിൽ പറയാൻ പറ്റാതെ, എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇന്നസെൻസ് ആണ് ഇതിനകത്ത്. നിങ്ങൾ ഒന്നും വളരെ വലിയൊരു കാര്യമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെറിയ കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ ചില കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റാണ് നമുക്ക്. നമ്മളൊരു കൃത്യമായ ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ചില കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും, ചില ആൾക്കാരുമായിട്ട് മാത്രമേ എനിക്ക് റിലേഷൻഷിപ്പ് പറ്റുള്ളൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രേ പറ്റുള്ളൂ, അതല്ലാത്ത നമുക്ക് പറ്റൂല. അത് നമ്മളുടെ ഒരു മെൻ്റൽ കണ്ടീഷനാണ് എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിലുള്ള പല സന്തോഷങ്ങളെയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളുടെ മുന്നിലുള്ള ഒരു പുല്ലിനെയും പുൽച്ചാടിയെയും അങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ ഒരു പൂവിനെയും നമ്മളുടെ മുന്നിലുള്ള മൃഗങ്ങളെയും ചിത്രശലഭത്തെയൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കുക എത്ര മനോഹരമായിട്ടാണ് ദൈവം ഓരോ സൃഷ്ടിയെയും ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ ക്രിയേഷൻ അത് നമുക്ക് അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊന്നിലും നമുക്ക് അത്ഭുതം ഇല്ല. നമുക്ക് വേറെ കുറേ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് നമ്മളുടെ മുന്നിൽ കാണുന്ന, നമുക്ക് അത്ഭുതപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷയോടെ കാണേണ്ട പല കാര്യങ്ങളെയും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. കാരണം അതൊക്കെ തീരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല, നമ്മളുടെ മുന്നിൽ കാണുന്ന ഓരോ കാര്യങ്ങളിലും അത് പുതുമ കാണണം എന്നുള്ളതാണ്. പുതുമ കണ്ടാൽ മാത്രമേ നമുക്കത് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ, ഇതെല്ലാം എനിക്കറിയാമെന്നുള്ള ഒരു ഭാവം മാറ്റി വയ്ക്കുക. പുതിയതായിട്ട് തന്നെ കാണാൻ പറ്റുക, നമ്മൾ ശ്രമിക്കുക. നമ്മളെ കണ്ടീഷനിങ് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ആൾറെഡി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ആ കണ്ടീഷനിങ് ഒക്കെ മാറ്റിയിട്ട് എന്ത് കാര്യവും എനിക്ക് പറ്റും എന്ന് ഉള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങളിലും, വളരെ കുഞ്ഞു കാര്യങ്ങളിലും നമ്മളൊന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും ചെറിയ ഒരു കാര്യമായിരിക്കും, അത് നമ്മളുടെ ഇഷ്ടമായിരിക്കും. അത് നമുക്ക് തന്നെ സാധിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം കണ്ടാലേ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയാലേ നമ്മൾ സന്തോഷിക്കുമെന്ന് വിചാരിക്കാതിരിക്കുക. ഒരു കുഞ്ഞു കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ കുട്ടികളുടെ മനസ്സിലിരിക്കാനാണ് പറയണത്. കുട്ടികൾക്ക് എന്ത് കാര്യം കണ്ടാലും അവർക്കൊരു ആശ്ചര്യമുണ്ട്. നമുക്കൊന്നും കണ്ടാലും ആശ്ചര്യമില്ല, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല, ഒരു കാര്യത്തിലും എക്സൈറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മരവിച്ച മനസ്സോടുകൂടി ഇരിക്കാതിരിക്കുക. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ ആദ്യം നമ്മളതൊന്ന് ശ്രമിച്ചു നോക്കുക. നമ്മൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുക, പിന്നെ അതായിക്കോളും എന്നുള്ളതാണ്. മെച്യൂരിറ്റിയാണ് ഇതിൽ. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സന്തോഷമുണ്ട് നമുക്ക്. നമ്മളുടെ സന്തോഷങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അത് നമ്മൾ തിരിച്ചു വാങ്ങാതിരിക്കാതെ നമ്മൾ സെൽഫായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, നമ്മളുടെ സന്തോഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പം വളരെ ശരിക്കും ഹീൽ ചെയ്യാൻ പറ്റും, വളരെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഗോയിങ് വിത്ത് ദ ഫ്ലോയാണ്. നമ്മൾ ഒഴുക്കിലൂടെ നീന്താൻ ശ്രമിക്കുക. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കെപ്പോഴും പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒഴുക്കിനൊത്ത് നീന്തുക. അപ്പോൾ ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യങ്ങളും നമ്മളുടെ കയ്യിലല്ല. നമ്മളത് വിട്ടുകൊടുക്കുക, പൂർണ്ണമായും വിട്ടുകൊടുത്ത് സറണ്ടർ ചെയ്ത് അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നവും വരില്ല. നമ്മളിത് ചിലപ്പോൾ ഇതെൻ്റെ മിസ്റ്റേക്കാണ്, ഇത് മറ്റേയാളുടെ മിസ്റ്റേക്കാണ് എന്നൊന്നും കാണാതിരിക്കുക. നമ്മളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, മറ്റൊരാളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ ശ്രമിക്കുക. നമുക്ക് ശ്രമിക്കാമല്ലോ, കുറേ പ്രാവശ്യം ശ്രമിക്കുമ്പം അതായിക്കോളും എന്നുള്ളതാണ്.
അപ്പോൾ ആ ഇപ്പം എന്താണോ സംഭവിക്കുന്നത് ആ ഒഴുക്കിനനുസരിച്ച് നിങ്ങളൊന്ന് നീന്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ നീന്തുക വേണ്ട, അത് തനിയെ അങ്ങ് നിങ്ങൾ ആ ഒഴുക്കിന് പെട്ടുപോയാൽ മാത്രം മതി, അങ്ങനെ അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. അതിൽ എഫേർട്ട് എടുത്ത് നിങ്ങൾ വേറൊന്നും തിരുത്താൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. 10 of Cupsന്റെ എനർജിയാണ് ഇതിൽ. വി ആർ ദ വേൾഡ് ആണ്. അപ്പം ഇതിൽ നമ്മൾ തന്നെ നമ്മളുടെ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. നമ്മളുടെ സന്തോഷങ്ങളൊക്കെ സൃഷ്ടിക്കാൻ നമുക്ക് തന്നെ പറ്റും. നമ്മളിത് ആരെയും നമ്മളുടെ സന്തോഷം കൊണ്ട് കൊടുത്തിട്ടില്ല. നമ്മളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ എപ്പോഴും നമ്മളിലായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടേതായ സന്തോഷങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. വളരെ വലിയ സന്തോഷങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റൂല എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് എന്നുള്ളതാണ്. ഷെയറിങ് ആണ്. അപ്പോൾ ഇതിൽ ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൂടി നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാം ഹ്യൂമറസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. സക്സസ് ആണ് ഇത്. 6 of Wandsന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ വലിയ സക്സസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിന് മേലുള്ള ഒരു സക്സസ് ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സക്സസ് ആയിരിക്കും. അല്ലെങ്കിൽ മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലുമോ കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം സക്സസ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. പല കാര്യങ്ങൾക്കും തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറ്റും എന്ന് കാണുന്നുണ്ട്. ഇന്നർ വോയിസ് ആണ്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സോളിന്റെ വോയിസ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ വരും, കുറേ ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് മെസ്സേജസ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും റിസീവ് ചെയ്യാൻ പറ്റും, പക്ഷെ പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഡീകോഡ് ചെയ്തെടുക്കാൻ അറിഞ്ഞൂടാ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ പല ആൾക്കാർക്കും പല കാര്യങ്ങളും അത് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒരു മെസ്സേജ് കണ്ടാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യമോ ഈ യൂണിവേഴ്സിലുള്ള പല കാര്യങ്ങളും നമുക്കത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റണം. ചില ആൾക്കാർക്ക് അത് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്ര സൈക്കിക് ആണെന്ന് പറയാൻ പറ്റൂല. ഇത് നിങ്ങൾ അത്രയും ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് അത് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള മെസ്സേജസ് ഇന്നത്തെ ദിവസം വരുമെന്ന് കാണുന്നുണ്ട്. ടേണിങ് ഇന്നാണ് ഇത്. 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനാണ് പറയണത്. ഇന്ന് മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ല ഒരു എനർജി ഇന്നത്തെ ദിവസം കിട്ടും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില മെസ്സേജസ് കിട്ടും. മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളെ കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്, നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇന്നത്തെ ദിവസം അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൺട്രോളാണ് ഇതിൽ. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന എനർജി ഉണ്ട്. ചിലപ്പം മറ്റാൾക്കാർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് സഹിക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ അത് പറ്റും എന്നുള്ളതാണ്. പ്രാണായാമം ചെയ്യുക. പിന്നെ നമ്മളെ ഒരുപാട് ഓവർ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ പതിയെ ഒന്ന് മാറിപ്പോകാനും ശ്രമിക്കുക. നമുക്കത് മൂൺ കാർഡിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ആണ്. അപ്പോൾ ഇതിൽ സൂപ്പർ മൂണാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇമോഷൻസ് എന്തായാലും അത് വളരെ ഹൈ ആയിരിക്കും. അത് അങ്ങനെയാണ്. അത് മൂൺ എനർജി വരുമ്പം അത് ദേഷ്യമായാലും ഹൈ ആവും, സന്തോഷമായാലും ഹൈ ആവും. അതിൻ്റെ ഒരു പീക്കിലെത്തും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ വളരെ വിഷമമുള്ള ആൾക്കാരാണെങ്കിൽ അവർ മെഡിറ്റേറ്റ് ചെയ്താൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു വിഷമം ഹൈ ആവും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ അത് ഹൈ ആകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയാണ് അതങ്ങനെ. നിങ്ങൾ ചെയ്യുന്ന ഇന്ന് നിങ്ങൾക്ക് എന്ത് ഇമോഷനിലാണോ ഇരിക്കുന്നത് ആ ഒരു ഇമോഷൻ ഹൈ ആകും എന്നുള്ളതാണ്. ഹോൾഡ് യുവർ വിഷനാണ്, ഫിക്സ്ഡ് മൂണാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വിഷൻ അത് വിട്ട് കളയാതിരിക്കുക, അത് പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ വിഷൻ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ വിഷൻ ക്ലിയർ ആയിരിക്കണം എന്നും കൂടെ ഉണ്ട് കേട്ടോ. അത് ക്ലിയർ വിഷൻ ആയിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.